السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിൽ കൃത്യനിഷ്ഠതയുള്ളവരാകാനും അത് ജീവിതത്തിൻ്റെ അവസാനം വരെ തുടർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കാനും വേണ്ടി നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലാ തകൂനൂ കല്ലതീന ഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു പെണ്ണ് അവള് നൂല് പിരിച്ചുണ്ടാക്കി അത് ശക്തിയുള്ള ഒരു കയറാക്കി മാറ്റിയതിന് ശേഷം പിന്നീട് അതിനെ പല കഷ്ണങ്ങളായി വേർപിരിച്ച് അതിനെ ബലമില്ലാത്തതാക്കിയതുപോലെ നിങ്ങൾ ചെയ്യരുത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിങ്ങൾ മരണം വരുന്നതുവരെയും അള്ളാഹുവിനെ ആരാധന അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നിലയുറപ്പിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്, കാന അഹബ്ബുദ്ദീനി ഇലൈഹി മാദാവമ സാഹിബുഹു അലൈഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് പറയുന്നത് അതൊരു വ്യക്തി കുറച്ചാണെങ്കിലും അത് കൃത്യനിഷ്ഠതയോടുകൂടി എന്നും അനുഷ്ഠിക്കുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയുണ്ടായി, യാ അബ്ദല്ലാ ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമൽ ലൈൽ. അബ്ദുള്ള രാത്രി എണീറ്റ് നമസ്കരിക്കുകയും അതിൽ കൃത്യനിഷ്ഠത പുലർത്തുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ടു നടക്കുകയും പിന്നീട് അവൻ്റെ അലസതയോ മടിയോ എന്തെങ്കിലും കാരണമായി അത് ഉപേക്ഷിച്ച് കളയുകയും ചെയ്ത ആളെപ്പോലെ നീ ആവരുത്. അഥവാ ഒരു അമല് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മരണം വരെയും തുടർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെയായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി കൃത്യമായിട്ട് ഒരു അമല് തുടർത്തിക്കൊണ്ടു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അത് പിന്തുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിന് പകരമായിക്കൊണ്ട് അത് ഖളാ വീട്ടാൻ സാധിക്കുന്നതാണ്. അള്ളാഹു അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുന്നതാണ്. എല്ലാ ദിവസവും തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്ന അയാൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അയാളുടെ മനസ്സമാധാനത്തിന് വേണ്ടി അയാൾക്ക് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ ളുഹറിന് മുമ്പോ ഒക്കെയായി ആ തഹജ്ജുദ് ഖളാ വീട്ടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുന്നതാണ്. ഇനി ഖളാ വീട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉറക്കം കാരണം അദ്ദേഹത്തിന് ആ നമസ്കാരം നഷ്ടപ്പെട്ടതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മാനമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മന്നാമ അൻ ഹിസ്ബിഹി മിനൽ ലൈലി ഔ അൻ ഷൈഇൻ മിൻഹു ഫഖറഅഹു മാ ബൈന സ്വലാത്തുൽ ഫജ്രി വ സ്വലാത്തുൽ ളുഹർ. രാത്രി എല്ലാ സമയത്തും കൃത്യമായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സൂറത്തുകൾ അത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി അവന് ഏതെങ്കിലും ഒരു രാത്രിയിൽ അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മറന്നു പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം സുബഹിയുടെയും ളുഹറിൻ്റെയും ഇടയിൽ അവൻ ഓതി പൂർത്തിയാക്കിയാൽ മതി. കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ. അത് തലേന്ന് രാത്രി തന്നെ അവൻ ഓതിയ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇദാ ഫാതത്ഹു സ്വലാത്തു മിനൽ ലൈലി മിൻ വജഇൻ ഔ ഗൈരിഹി സ്വല്ലാ മിനൻ നഹാരി 12 റകഅതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും വേദന കാരണമോ വിഷമം കാരണമോ രാത്രിയിലുള്ള നമസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയിൽ അവസാനിപ്പിച്ചുകൊണ്ട് 11 റക്അത്ത് എല്ലാ രാത്രിയിലും നമസ്കരിക്കുമായിരുന്നു. അത് നബി തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നബി തങ്ങൾ പിറ്റേന്ന് രാവിലെ അത് 12 റക്അത്തായി നമസ്കരിക്കുമായിരുന്നു. അഥവാ രാത്രിയുള്ള നമസ്കാരം ഒറ്റയിലായിക്കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. എന്നാൽ പകലിലുള്ള നമസ്കാരങ്ങൾ അത് ഇരട്ടയിലായി തന്നെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പിറ്റേന്ന് ഖളാ വീട്ടുന്ന സമയത്ത് 12 റക്അത്തായിട്ട് നമസ്കരിക്കുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് അമലുകൾ ചെയ്യുമ്പോഴും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
കാണിച്ചു തന്നതുപോലെ തന്നെ ചെയ്യണമെന്ന് അള്ളാഹു പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അമലുകൾ അത് നിങ്ങൾ അതേപോലെ തന്നെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. നബി തങ്ങൾ എന്തിൽ നിന്നൊക്കെ നിങ്ങളെ നിരോധിച്ചുവോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വെടിയണം. വമാ യൻതിഖു അനിൽ ഹവ. കാരണം നബി തങ്ങൾ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ ദീനിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ സ്വന്തം അഭിപ്രായമല്ല, തങ്ങളുടെ ഇച്ഛയിൽ നിന്ന് പറയുന്നതല്ല. ഇൻഹുവ ഇല്ലാ വഹ്യു യൂഹ. മറിച്ച് നബി തങ്ങൾ സംസാരിക്കുന്നതെല്ലാം വഹീൻ്റെ അടിസ്ഥാനത്തിനാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണം. യുഹ്ബിബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്കിടയിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അതിനെ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം, അഥവാ പരിശുദ്ധമായ ഖുർആനിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലേക്കും ആ പ്രശ്നത്തെ മടക്കിക്കൊണ്ട് നിങ്ങൾ പരിഹാരം കാണണമെന്ന് അള്ളാഹു പറയുകയാണ്. മയ്യുതിഉർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. തീർച്ചയായും സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ പാതയിലേക്ക് വഴി കാണിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങളുടെ ചര്യയിലൂടെയാണ് നമുക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലാകുന്നവർ നബി തങ്ങളുടെ ഹദീസിനെ, സുന്നത്തിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധമായ ഖുർആൻ മാത്രം മതിയെന്ന് പറയുന്ന ആളുകൾ അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് എന്തെങ്കിലും ഫിത്ന വരുന്നതിന് അവരെ ഭയപ്പെട്ടുകൊള്ളണം. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആഖിറത്തിൽ ശിക്ഷിക്കുമെന്നതിന് അവർ ഭയപ്പെട്ടുകൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ മരണം വരെയും കൃത്യനിഷ്ഠതയോടുകൂടി നിർവഹിക്കാനും എല്ലാ അമലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന രീതിയിൽ പൂർണ്ണമായും സുന്നത്തനുസരിച്ച് നിർവഹിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൻ്റെ ഈ അവസാനത്തെ ദിവസങ്ങളിൽ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിനെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.